പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷക മക്കളെയും സമർപ്പിക്കുകയാണ്. ഈശോയെ, അങ്ങേ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സ്നേഹനാമമഹത്വം വർണ്ണിക്കുമ്പോൾ സ്വർഗം തുറന്ന് അവിടുന്ന് അനുഗ്രഹം വർഷിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പാലകനായി അങ്ങ് വിരാജിച്ചു. അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ശാലോം ടിവിയുടെ മധ്യസ്ഥനായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ, ഹൃദയങ്ങളെ, കുടുംബങ്ങളെ ഈശോയുടെ സ്നേഹത്താൽ, അവിടുത്തെ അനന്തവാത്സല്യത്താൽ നിറയ്ക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സ്നേഹമടിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഗോള സഭ കൊണ്ടാടുമ്പോൾ നമുക്കറിയാം, യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പലരും കരുതുന്നത് അധികമൊന്നും കാണുന്നില്ല യൗസേപ്പ് പിതാവിനെക്കുറിച്ച് എന്നാണ്. എന്നാൽ വിശുദ്ധ ജർത്രൂദ ഒരിക്കൽ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് അധികമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഈശോ കൊടുത്ത മറുപടി ഇങ്ങനെയാണെന്നാണ് ജർത്രൂദ വിവരിച്ചിരിക്കുന്നത്. ഈശോ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ സ്നേഹ വത്സല താതനായ യൗസേപ്പ് പിതാവിനെക്കുറിച്ചേ ബൈബിളിൽ കാണുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് അധികമുണ്ട് ബൈബിളിൽ. പക്ഷേ അത് ദൈവീക ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ചികഞ്ഞെടുക്കാൻ പറ്റൂ. മറഞ്ഞു കിടക്കുന്ന ദിവ്യ രഹസ്യം യൗസേപ്പ് പിതാവിനോട് ചേർന്ന് കിടക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ പറഞ്ഞതാ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നത് പുറത്തു വരാതിരിക്കുകയില്ലെന്ന്, അത് വെളിപ്പെടാതിരിക്കുകയില്ലെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ധ്യാനിക്കാം, തിരിച്ചറിയാം, നിഗൂഢമായി മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യാത്മകതയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. പലരും ചിന്തിക്കുന്നുണ്ടാവാം, ഈ യൗസേപ്പ് പിതാവിനെ കുറിച്ച് അധികം ഒന്നും കാണുന്നില്ലല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതാ കർത്താവ് മറച്ചു വെച്ചിരിക്കുക. അത് എന്തിന്? സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പുറത്തേക്ക് വരുവാൻ. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ഫാത്തിമയിൽ 1917 മെയ് 13, ജൂൺ 13, ജൂലൈ 13, ഓഗസ്റ്റ് 13, സെപ്റ്റംബർ 13, ഒക്ടോബർ 13 6 പ്രാവശ്യമായി മക്കൾക്ക്, ഫ്രാൻസിസ്, ജസീന്ത, ലൂസി, 3 മക്കൾക്കായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ അമ്മ ആ പ്രത്യക്ഷീകരണത്തിൽ ഒക്ടോബർ 13-ാം തീയതി 6-ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ അവിടെ കണ്ട ദർശനം ഇപ്രകാരമായിരുന്നു. പരിശുദ്ധ അമ്മ ഒപ്പം ഉണ്ണിയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പ് പിതാവും ഉണ്ണീശോയും കൂടി ലോകത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതായാണ് അവസാന ദർശനം ഈ മക്കൾ കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാന ദർശനത്തിലേക്ക് യൗസേപ്പ് പിതാവ് കടന്നു വരുമ്പോൾ നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? ഇതാ യൗസേപ്പ് പിതാവ് മറനീക്കി പുറത്തു വരേണ്ട ഒരു അവസാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൻ്റെ അടയാളങ്ങളുടെയൊക്കെ ഗതിവിഗതികളൊക്കെ നമ്മൾ കണ്ടറിയുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ടല്ലേ നമ്മൾ പറയണം, നമ്മൾക്കറിയാം, നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് സീറോ മലബാർ ക്രമത്തിൽ ആദ്യമൊക്കെ ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ
ഇങ്ങനെ പാടിയിരുന്ന ഇന്നലകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സഭ വളരെ ആധികാരികമായി തന്നെ അത് പ്രഖ്യാപിക്കപ്പെടുകയാണ്. എന്ത്? അതിങ്ങനെ മാറ്റപ്പെട്ടു. ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ എന്ന് പറഞ്ഞാൽ ഇതാ യൗസേപ്പിതാവ് മറ നീക്കി വെളിവായിക്കൊണ്ടിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, തിരുസഭയുടെ പാലകനായ യൗസേപ്പിതാവ് മറ നീക്കി ഇതാ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഈ യൗസേപ്പിതാവിന് കൊടുക്കുന്ന ദിവ്യ മഹത്വം ഒന്ന് ധ്യാനിക്കാം നമുക്ക്. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കാണാതായി ഈശോയെ തേടി യൗസേപ്പും മേരിയും യാത്രയാവുകയാണ്. ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുന്ന ഈശോയെ കണ്ടെത്തുമ്പോൾ അമ്മ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധാപൂർവം ധ്യാനിക്കണമേ. പരിശുദ്ധ അമ്മ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധാപൂർവം ധ്യാനിക്കണം. അമ്മ ഈശോയോട് ചോദിക്കുക, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കാൻ പ്രിയമുള്ളവരെ. അമ്മ എന്താ പറഞ്ഞത്? സാധാരണ രീതിയിൽ, സാധാരണ ശൈലിയിലൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? മോനെ, നീ എന്ത് പണിയാ കാണിച്ചത്? ഞാനും നിന്റെ പിതാവും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ എന്ന വിശേഷണമേ നമ്മൾ കൊടുക്കൂ, അല്ലേ? നമ്മുടെ നിത്യജീവിതത്തിൽ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. നമ്മളോടൊക്കെ സാധാരണ ചോദിക്കുക, നമ്മൾ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോയപ്പോൾ, യാത്ര പോയപ്പോഴൊക്കെ മറ്റുള്ളവർ ചോദിക്കുക, നിങ്ങൾ ആരൊക്കെയാണ് പോയത്? അപ്പോൾ നമ്മൾ പറയും, ഞാനും ഉണ്ടായിരുന്നു, പപ്പയുണ്ടായിരുന്നു, അല്ലെ ഞാനും മമ്മിയും ഉണ്ടായിരുന്നു, അതിൽ ഞാനും അമ്മയും ഉണ്ടായിരുന്നു, അല്ലെ ഞാനും ചാച്ചനും ഉണ്ടായിരുന്നു, അല്ലെ ഞാനും അച്ഛനും ഉണ്ടായിരുന്നു, അല്ലെ ഞാനും സിസ്റ്ററും ഉണ്ടായിരുന്നു. ആദ്യം സ്വാഭാവികമായി നമ്മൾ പറയാറുള്ളത് ഞാൻ എന്നാ പറയാറുള്ളത്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത്? സാധ്യത എന്തുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നത്? നമുക്കറിയാം, ഒരു വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മളിലൊരു ഭാവമുണ്ട് പ്രിയമുള്ളവരെ. അതെന്ത് ഭാവമാണ്? ഞാനെന്ന ഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് കാര്യം പറയുമ്പോൾ നോക്കിക്കൂ, ഞാനും ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി വരുമ്പോൾ ഞാനും, ആദ്യം ഞാൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു വ്യക്തി ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ലോകത്തിൽ ഒരു വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കും തന്നെ തന്നെയാണ്. അത് കഴിഞ്ഞേ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നിറഞ്ഞൊഴുകുന്നുള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നീ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ തന്നെ സ്നേഹിക്കുന്നു. അതെ, അപ്പം അങ്ങനെ ഒരു വിശേഷണം ഉണ്ടായിരിക്കെ പരിശുദ്ധ അമ്മ ഇതാ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധാപൂർവം ധ്യാനിക്കാം നമുക്ക്. അമ്മ പറഞ്ഞത് എന്താ? ഞാനും നിന്റെ പിതാവും എന്നല്ല അവിടെ കാണുന്നത്, മറിച്ച് നിന്റെ പിതാവും ഞാനും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. നിന്റെ പിതാവും ഞാനും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അമ്മ ആദ്യം മഹനീയമായ സ്ഥാനം കൊടുത്തത് യൗസേപ്പിതാവിനാ. കാരണം ആ യൗസേപ്പിതാവിനെ സ്വർഗം നിയോഗിച്ച് തനിക്ക് ഭർത്താവായി തന്നതാ. ഈ അമ്മ സർവ്വ കുടുംബിനികൾക്കും സർവ്വ ഭാര്യമാർക്കും ഒരു മാതൃക കൊടുക്കുകയാണ്, തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ കാണണമെന്ന്. ഞാനും എൻ്റെ ചേട്ടനും, അല്ല ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നല്ല, മറിച്ച് എൻ്റെ ഹസ്ബൻഡും ഞാനും, നിന്റെ പിതാവും ഞാനും. ആദ്യം ഈ ഭർത്താവിനെ സ്ഥാനം കൊടുക്കുകയാണ് അമ്മ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈശോ സാംശീകരിക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് അപ്പനോടുള്ള ആ വിധേയത്വവും സ്നേഹവും, ആ അപ്പനെ അമ്മ പരിഗണിക്കുന്നതിൻ്റെ ആ ഉൾക്കാഴ്ചയൊക്കെ ഈശോ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഈശോ പറയുന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്. ഈശോ പറയുന്നത് എന്താ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ഈശോ തിരിച്ചു ചോദിക്കുന്നത്. സ്വാഭാവികമായി ഇത് വായിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, ഈ പയ്യനൊരല്പം കേമത്തം കാണിക്കുകയാണ്, അവനല്പം ധിക്കാരപൂർവ്വം സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാമോ? പ്രിയമുള്ളവരെ,
ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണെന്ന് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് സത്യത്തിൽ യൗസേപ്പ് പിതാവിനും മാതാവിനും കൂടുതൽ മഹത്വം നൽകുന്ന ഒരു വിശേഷണം തന്നെ, ഒരു കാര്യമാണ് ഈശോ പറഞ്ഞത്. എന്താ അതിനർത്ഥം? അപ്പം നിങ്ങൾ തന്നെയല്ലേ അപ്പേ അമ്മേ എന്നെ പഠിപ്പിച്ചത് പിതാവായ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനാകണമെന്ന്? അങ്ങനെ ഒരു ധ്വനി അതിലുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ ഈ മോനെ അപ്പനും അമ്മയും പഠിപ്പിച്ചു ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകണമെന്ന്. അങ്ങനെ പഠിച്ചു വളർന്നു. അതുകൊണ്ട് ലൂക്ക 2:52 പറയുന്നത്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു വളർന്നത് എങ്ങനെയാ? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ആരാ വളർത്തിയത് പ്രിയമുള്ളവരെ? ആരാ വളർത്തിയത്? ഇവിടെ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും വളർത്തി. മറഞ്ഞു നിൽക്കുക അവരെന്നിട്ട്. ഒന്ന് നോക്കിക്കേ, മിടുക്കനായി ജ്ഞാനത്തിലും പ്രായത്തിലും വളരുകയാണ് ഈ ഈശോ വളരുകയാണ്. എന്താണ് ജ്ഞാനം? നമുക്കറിയാം. എന്താ ജ്ഞാനം? അതെ, നമുക്കറിയാമല്ലോ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 വായിക്കുന്നുണ്ട്, ജ്ഞാനികൾ വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ജ്ഞാനികൾ വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ഇന്ന് നമുക്കറിയാം, ആനുകാലിക ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊരു ജീവിതം ഇത്, ഒരു രക്ഷയുമില്ല, എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത്, എന്തൊക്കെ കാഴ്ചകളാണ്. നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകും, ഒരു രക്ഷയുമില്ല. പ്രിയമുള്ളവരെ, ഒരു വചനം പറയുക, ജ്ഞാനികൾ വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് എന്ന് പറഞ്ഞാൽ സർവ്വയിടങ്ങളിലും ജ്ഞാനമുള്ളവരുണ്ടാകണം, ദൈവീക ജ്ഞാനമുള്ളവർ എല്ലായിടങ്ങളിലും. ഒരു കുടുംബനാഥനാണോ, അവൻ ദൈവീക ജ്ഞാനമുണ്ടായിരിക്കണം. ഒരു അധ്യാപകനാണോ, ദൈവീക ജ്ഞാനമുണ്ടായിരിക്കണം. ഒരു ഡോക്ടറാണോ, ദൈവീക ജ്ഞാനമുണ്ടായിരിക്കണം. ഒരു ഭരണാധികാരിയാണോ, ദൈവീക ജ്ഞാനമുണ്ടായിരിക്കണം. ഒരു വീട്ടമ്മയാണോ, ദൈവീക ജ്ഞാനമുണ്ടായിരിക്കണം. ഒരു കുഞ്ഞാണോ, ദൈവീക ജ്ഞാനത്തിൽ വളരണം. എന്താ ജ്ഞാനം? എന്താ ജ്ഞാനം? ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചികളച്ചൻ മനോഹരമായി കുറിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈരടി. എന്താണെന്നറിയാമോ? പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. കണ്ടോ? അപ്പോൾ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനം, ഈ ജ്ഞാനം മനുഷ്യൻ തേടുന്നില്ല പ്രിയമുള്ളവരെ. ലോകവിജ്ഞാനത്തിൻ്റെ വികാരത്തള്ളില് ഞാനും നിങ്ങളൊക്കെ അഹങ്കരിക്കുമ്പോൾ സത്യത്തിൽ തിരിച്ചറിയുക, ദൈവീക ജ്ഞാനമില്ല എങ്കിൽ ജീവിതം ശൂന്യമാണ്. ബാറൂക്ക് 3:28 പറയുന്നുണ്ടല്ലോ, ബാറൂക്ക് 3:28 ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, ജ്ഞാനമില്ലാത്ത ഭരണാധികാരികളുണ്ടോ, അത് ഏതു തലങ്ങളിലായിക്കൊള്ളട്ടെ, അണികൾ സമൂഹം മരവിക്കും. ദൈവമാണ് ഓരോ തലങ്ങളിൽ, ഭരണാധികാരികളെ ആയിക്കൊള്ളട്ടെ, ഒരു വീട്ടപ്പനെ അമ്മയായിക്കൊള്ളട്ടെ, അപ്പനെ ആയിക്കൊള്ളട്ടെ, ഈ ദൈവമാണ് നിയോഗിക്കുന്നത്. ദൈവം തൻ്റെ ജ്ഞാനം കൊടുത്ത് അവരെ നയിക്കണം. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ മുൻപിൽ അടിയറ വെക്കണം, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ. അങ്ങനെ ദൈവീക ജ്ഞാനം നേടുമ്പോൾ ആ വ്യക്തി അനുഗ്രഹമായി മാറും. അവൻ്റെ ചുറ്റുപാടുകളിലേക്ക് അനുഗ്രഹം ഒഴുകും. ഇന്നെന്താ, പാപമേത് പുണ്യമേതെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. നമുക്കറിയാം, വാട്സാപ്പും ഫേസ്ബുക്കും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ദൈവം നന്മയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ മാധ്യമങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ദൈവീക ജ്ഞാനവും വിവേകവും ഇല്ലാത്തത് കൊണ്ട് അതിൽ ആഴപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളെ നമുക്കറിയാം. ജ്ഞാനത്തോടെ പാപമേത് പുണ്യമേതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബാറൂക്കിന്റെ പുസ്തകം പറയുന്ന പോലെ നമ്മൾ കാണുന്നു, എന്ത്? ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. ഇന്ന് ഈ ലോകം വിണ്ടുകീറുന്നു, സങ്കീർണതയിൽ, സംഘർഷതയിൽ, അസ്വസ്ഥതകളിലൊക്കെ വിങ്ങിപ്പൊകയുമ്പോൾ കാരണം ഒന്നേ ഉള്ളൂ പ്രിയമുള്ളവരെ, ജ്ഞാനികൾ വളരുന്നില്ല. ജ്ഞാനത്തിന് വേണ്ടി മനുഷ്യൻ ദാഹിക്കുന്നില്ല, ദൈവത്തെ തേടുന്നില്ല.
എനിക്കും നിങ്ങൾക്കൊക്കെ ഇന്ന് അനുഗ്രഹങ്ങൾ മാത്രം മതി, അനുഗ്രഹദാതാവിനെ വേണ്ട. കൺവെൻഷൻ ആയിക്കൊള്ളട്ടെ, ധ്യാനങ്ങളായിക്കൊള്ളട്ടെ, ഓടിക്കൂടുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ? അനുഗ്രഹങ്ങൾ പോന്നോട്ടെ, അനുഗ്രഹങ്ങൾ പോന്നോട്ടെ. എന്നാൽ അനുഗ്രഹദാതാവിനെ നോക്കിയ ഒരു നോട്ടം, അത് ഒരു മഹാജ്ഞാനിയുണ്ട്, വിശുദ്ധ യൗസേപ്പ്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തിന് അടിയറ വെച്ചു ഈ നല്ല അപ്പൻ വിശുദ്ധ യൗസേപ്പ് പിതാവ്. വെറും സ്വപ്നത്തിലാ ദർശനം കിട്ടിയത്. സ്വപ്നത്തിൽ അത് അണുവിട ഇല്ലാതെ അനുസരിച്ചു, വിധേയപ്പെട്ടു ദൈവത്തിന്. അതുകൊണ്ട് എന്താ ഈ കുഞ്ഞ് വളരുന്നത്? എന്താ? ഈ അപ്പൻ വളർത്തി, അമ്മ വളർത്തി. അതേ പ്രിയമുള്ളവരെ, യേശു എന്ന ജീവിതത്തിൻ്റെ വിജയ ഫോർമുല എന്നാന്നറിയാമോ? നീതിമാനായ ഒരു അപ്പൻ പ്ലസ് നന്മ നിറഞ്ഞ അമ്മ. അതെ, അപ്പൻ നീതിമാനാണോ, അമ്മ നന്മ നിറഞ്ഞവളാണോ, അവിടെ ഉണ്ടാകുന്നത് മുഴുവൻ ഈശോമാരായിരിക്കും. ഉറപ്പാ അത്. നമ്മളിന്ന് ചങ്കിട്ടടിച്ച് നമ്മൾ കരയുന്നുണ്ടല്ലോ, എൻ്റെ കൊച്ചങ്ങനെ പോയി, അച്ഛോ പ്രാർത്ഥിക്കണം, മോൻ ഇങ്ങനെയാ, മോൾ ഇങ്ങനെയാ, വഴിവിട്ടു പോയി. അനേകം മാതാപിതാക്കൾ ഇന്ന് കരയുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്താ പ്രിയമുള്ളവരെ? അപ്പൻ നീതിമാനാണോ, അമ്മ നന്മ നിറഞ്ഞവളാണോ, ഉറപ്പ് മക്കൾ ഈശോമാരായിരിക്കും. അതുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാനും ഒരപ്പനാ, നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതം ദൈവിക ജ്ഞാനം നിറഞ്ഞതാണോ? അതെ, ഇവിടെയാണ് യൗസേപ്പ് പിതാവിൻ. നമുക്കറിയാമല്ലോ, യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിക്കാൻ ചെല്ലുകയാണ്. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 7:15, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടുന്ന് കിട്ടി? ഈ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിസ്മയഭരിതരാവുക. അവർ ചോദിക്കുക, ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, നമുക്കറിയാമല്ലോ ഇവനെ. കാരണം ഈ പള്ളിയിൽ വരുന്ന, ഈ ദേവാലയത്തിൽ വരുന്നവരൊക്കെ ആ പണിശാലയ്ക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. അവിടെ കാണുന്നുണ്ട് ഈ അപ്പനോടൊപ്പം ചിന്തേരി പിടിക്കുന്ന മോൻ, ഉളിയെടുത്ത് ചുറ്റുകൊണ്ട് അടിക്കുന്ന മോൻ, മരപ്പണി ചെയ്യുന്ന മോൻ, തച്ചൻ്റെ മകൻ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവനെന്താ ഇങ്ങനെ? അവൻ്റെ ഓരോ വാക്ക് കേൾക്കുമ്പോഴും ഹൃദയം ജ്വലിക്കുന്ന അനുഭവം, എന്തുമാത്രം ആഴമായ കാര്യങ്ങൾ അവൻ പറയുന്നത്. ഇവനൊന്നും പഠിച്ചിട്ടില്ലോ, ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടി? വീണ്ടും നമ്മൾ കാണുന്നു, മത്തായി 13:54 കാണുന്നത്, ഇവനീ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. കണ്ടോ, അവർ പറയുന്നത് എന്താ? ഇവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, സത്യത്തിൽ അവർ പറഞ്ഞത്, അവൻ അങ്ങനെ മിടുക്കനായി സംസാരിച്ചതിൻ്റെ ഉത്തരം അവർ പറഞ്ഞത്. എന്താ ഉത്തരം പറഞ്ഞത്? ഇവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. അതൊരു ഉത്തരവാണ്. എങ്ങനെ? ഈ തച്ചൻ്റെ മകൻ മിടുക്കനായത് ഈ തച്ചനും ഈ അമ്മയും കൂടി പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. ഇവനെത്രയും അറിവ് കിട്ടിയത് ഈ അപ്പനും അമ്മയും പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇതാ ചേർത്തു വയ്ക്കപ്പെടണം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും അമ്മയുടെയും കരങ്ങളിൽ. ഇന്ന് യൗസേപ്പ് പിതാവ് മറിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും യൗസേപ്പ് പിതാവിന് വേണ്ട മഹത്വങ്ങളൊന്നും നമ്മൾ ആരും കൊടുക്കാറില്ലെന്നാണ്. നമുക്കറിയാം, കേവലം ഒരു കണ്ണമ്മാലിയോ, ഒരു വേലൂപ്പാടോ, ഒരു പാവറട്ടിയോ, അങ്ങനെ വളരെ ചുരുക്കത്തിൽ കേരളത്തിലെ കുറേ പള്ളികളൊക്കെ ഉണ്ടാകാം. യൗസേപ്പ് പിതാവിന് കൂടുതൽ ഇപ്പോൾ വളരെ ഭക്തി വളർന്നിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇനി അത് വളരും. കാരണം എന്താണെന്നറിയോ? ഈ അപ്പൻ വെളിപ്പെടുവാൻ ദൈവം മനസ്സാവുകയാണ്. ദൈവം പോലും മനസ്സിലായില്ലേ, തൻ്റെ പുത്രൻ ഈ തച്ചനാൽ, ഈ മറിയത്താൽ, ഈ അപ്പനും അമ്മയാലും വളർത്തപ്പെടണമെന്ന് ദൈവം പോലും ആഗ്രഹിച്ചെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ മക്കളും നമ്മളാകുന്ന കൂട്ടായ്മയും ഈ യൗസേപ്പ് പിതാവിനാലും മാതാവിനാലും വളർത്തപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഈശോ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പഴയ പുസ്തകമാണ്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ, അതായത് ഈ നിന്റെ പിതാവും ഞാനും എന്നുള്ള ആ ചിന്തയിൽ നിന്നും കിട്ടിയ ഒരു ചിന്ത, അപ്പോൾ ഈ മാതാവ് എന്തുമാത്രം യൗസേപ്പ് പിതാവിനെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, തൻ്റെ ഭർത്താവിനെ ആദരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഈ യൗസേപ്പ് പിതാവിനെ കുറിച്ച് അധികം ഒന്നും
കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. അങ്ങനെ ഞാൻ സ്നേഹത്തോടെ അന്വേഷിച്ചു, ഒരു പുസ്തകം കിട്ടി. മാന്നാനം സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത 1930 പ്രിൻ്റ് ചെയ്തതാണ്. അത് ഞാനിങ്ങനെ പഴയ ലിപികളൊക്കെയാണ്, പഴയ ശൈലികളാണ്. ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിലിങ്ങനെ കാണുന്നുണ്ട്, മാർ യൗസേപ്പ് പുണ്യവാൻ ശേഷം മറ്റെല്ലാ വിശുദ്ധരെയും കാൾ അറിയപ്പെടാനും വണങ്ങപ്പെടാനും പരിശുദ്ധ ദൈവമാതാവ് എരിവോടെ ആഗ്രഹിക്കുന്നു. അതെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് ശേഷം മറ്റെല്ലാ വിശുദ്ധരെയും കാൾ അറിയപ്പെടാനും വണങ്ങപ്പെടാനും പരിശുദ്ധ ദൈവമാതാവ് എരിവോടെ ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എഴുതിയിരിക്കുകയാണ്, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കുമ്പസാരക്കാരനായ അൽവരിനസിനോട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, നീ നമ്മുടെ ഭർത്താവിൻ്റെ ഭക്തനായി നടന്നാൽ മാത്രം പോരാ, ഈ പുണ്യ മഹാത്മാവിൻ്റെ സ്തുതി വർണ്ണനം കൊണ്ടാട്ടം നടത്തണം. ലോകം മുഴുവൻ ഈ മഹാത്മാവിൻ്റെ മഹനീയത നീ വർണ്ണിക്കണം. അങ്ങനെയെങ്കിൽ നിന്നെ വിശേഷവിധിയായി സ്വർഗം അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഒരു തിരിച്ചറിവായിരുന്നു. എന്താണെന്നറിയാമോ? വിശുദ്ധ യൗസേപ്പ് പിതാവ് ശേഷം മറ്റെല്ലാ വിശുദ്ധരെയേക്കാൾ അറിയപ്പെടാനും വണങ്ങപ്പെടാനും പരിശുദ്ധ ദൈവമാതാവ് എരിവോടെ ആഗ്രഹിക്കുന്നു. വീണ്ടും അമ്മ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കുമ്പസാരക്കാരോട് പറയുന്നു, നീ എൻ്റെ ഭർത്താവിൻ്റെ ഭക്തനായി നടന്നാൽ മാത്രം പോരാ, ഈ യൗസേപ്പ് പിതാവിൻ്റെ മഹനീയത സ്തുതിച്ച് വർണ്ണിച്ച് ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ അത് പ്രചരിപ്പിക്കണം. അങ്ങനെ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തി പ്രചരിപ്പിച്ചാൽ സ്വർഗം നിന്നെ വിശേഷവിധിയായി അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ അപ്പൻ, ഈ ദൈവത്തിൻ്റെ പുത്രനെ വളർത്തിയ അപ്പൻ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈ മകനെ വളർത്തിയ അപ്പൻ, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്രമാത്രം അറിവ് എവിടുന്ന് കിട്ടി എന്ന് മറ്റുള്ളവർ പറയാൻ തക്കവിധം ഇതാ സാക്ഷ്യം നൽകുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ അപ്പൻ്റെ കരങ്ങളിൽ വളർന്നു. അതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റും, യേശു പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ. അതേ പ്രിയമുള്ളവരെ, എവിടുന്ന് കിട്ടി ഈശോയ്ക്ക് ഈ ശാന്തശീലം? എവിടുന്ന് കിട്ടി ഈ വിനീത ഹൃദയം? നമുക്ക് ധ്യാനിക്കാം. ശാന്തത നിറഞ്ഞ യൗസേപ്പ് പിതാവ്, ആ അപ്പൻ പകർന്നു കൊടുത്ത ശാന്തത. അതെ, പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ നിൽക്കുമ്പോൾ പോലും അവൻ നിശബ്ദനായിരുന്നു. എന്താ നിശബ്ദത? അതൊരു ഘനഗംഭീരമായ നിശബ്ദതയാണ്. അതിനൊരു സൗന്ദര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ശബ്ദമുഖരിതമായ ലോകത്ത് എനിക്കും നിനക്കും നിശബ്ദതയിൽ മുന്നേറാൻ കഴിയുന്നുണ്ടോ? ഒന്ന് നിശബ്ദമായി ആ ശാന്തത കൈവരിക്കുവാൻ എങ്ങനെ? സങ്കീർത്തനം 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അതെ, യൗസേപ്പ് പിതാവ് എന്ന ശാന്തൻ ദൈവത്തെ അറിഞ്ഞു. ആ ശാന്തത മകന് പറഞ്ഞു കൊടുത്തു. ഏത് പ്രതികൂലതയിലും തളരാതെ പതറാതെ ശാന്തത കൈവരിക്കുവാൻ, ദൈവം കൂടെയുണ്ടെന്നുള്ള അവബോധത്തിൽ വളരുവാൻ ഇതാ യൗസേപ്പ് പിതാവ് പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ തുടർന്നു വരുന്ന നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ആ ദൈവത്തെ അറിയുവാൻ, സ്നേഹിക്കുവാൻ നമ്മൾ ഹൃദയം തുറക്കുകയാണ്. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ശാന്തത കൈവരിക്കട്ടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ. അതേ പ്രിയമുള്ളവരെ, ജ്ഞാനികളായി വിനയത്തിൽ, വിശുദ്ധിയിൽ, എളിമയിൽ, അനുസരണത്തിൽ വളരണോ? ഈ നല്ല അപ്പൻ്റെ കരങ്ങളിൽ ജീവിതം ചേർക്കാം. നമുക്ക് ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനം ഈകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ
പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾക്കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോ, അങ്ങയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് അരുളി ചെയ്യുന്നുണ്ട്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അരിയിലേക്ക് വരാൻ കഴിയുകയില്ല. അതേ കർത്താവേ, ഞങ്ങളിതാ അവിടുത്തെ സന്നിധി ഒരുമിച്ച് കൂടുകയാണ്. ദിവ്യകാരുണ്യനാഥ, അങ്ങേ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മക്കൾ അവരുടെ കുടുംബങ്ങളിൽ ഇത് ആയിരിക്കുന്നു കർത്താവേ. അവരിലേക്കെല്ലാം എല്ലാ ഇടങ്ങളിലേക്കും അവിടുത്തെ അനന്തകാരുണ്യം ചൊരിയണമേ, അവിടുത്തെ സ്നേഹം ചൊരിയണമേ. ഈശോ, ഞങ്ങളേവരും ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് അങ്ങേക്ക്. പ്രത്യേകമായി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്, ആരാധിച്ച് സ്തുതിക്കുകയാണ്. സകല സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളോട് ചേർന്ന് പ്രത്യേകമായി പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിതാവിനോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അങ്ങേ വളർത്തു പിതാവായ വിശുദ്ധ യൗസേപ്പിതാവിനോട് ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപയും കരുണയും ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സ്നേഹത്തോടെ സമർപ്പിച്ച് ഞങ്ങൾ പാടട്ടെ കർത്താവേ. അങ്ങയെ പാടി ആരാധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളും, എല്ലാ നൊമ്പരങ്ങളും, എല്ലാ ആകുലതകളും, എല്ലാ ഉത്കണ്ഠകളും അങ്ങേ കരങ്ങൾ ഞങ്ങൾ നൽകുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന കർത്താവേ, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും അങ്ങ് അരുളി ചെയ്തു. ഇതാ അങ്ങയുടെ മുമ്പിൽ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു.
ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിതാ അങ്ങോ തന്ന ദാനമല്ലോ എൻ്റെ ജീവിതം. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിതാ അങ്ങോ തന്ന ദാനമല്ലോ എൻ്റെ ജീവിതം. അങ്ങോ തന്ന ദാനമല്ലോ എൻ്റെ ജീവിതം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് നൽകുക. ഏറ്റെടുക്കാൻ കഴിവുള്ള ദൈവം, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്ന ദൈവം ഇതാ നമ്മോടൊപ്പം. ദിവ്യകാരുണ്യമേ, ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങേ ദാനങ്ങളാണെന്ന് ഏറ്റു പറയുന്നു. സ്വന്തമായി ഞങ്ങളിലുള്ളത് ഞങ്ങളുടെ പാപം മാത്രമാണ്. നന്മയായിട്ടുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ്. എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. എണ്ണിയാർ തീരാത്ത നന്മകൾ നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ദിവ്യകാരുണ്യമേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞാനും എനിക്കുള്ളതെല്ലാം നിൻ സ്നേഹദാനങ്ങളായി തിരുമുമ്പിലെല്ലാം അണയ്ക്കാം. നവമാക്കൂ എൻ ജീവിതം. ഞാനും എനിക്കുള്ളതെല്ലാം നിൻ സ്നേഹദാനങ്ങളായി തിരുമുമ്പിലെല്ലാം അണയ്ക്കാം. നവമാക്കൂ എൻ ജീവിതം. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിതാ അങ്ങോ തന്ന ദാനമല്ലോ എൻ്റെ ജീവിതം. അങ്ങോ തന്ന ദാനമല്ലോ എൻ്റെ ജീവിതം. അങ്ങോ തന്ന ദാനമല്ലോ എൻ്റെ ജീവിതം. ഏറ്റുപറയാം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ ദാനമായ ജീവിതം നാഥ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ജീവിതത്തിലെ ഏത് പ്രതികൂലതകളിലും അങ്ങയെ നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 34 അധ്യായം 5 വാക്യത്തിൽ ഞങ്ങൾ അറിയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈശോ, ആരൊക്കെ അങ്ങയെ നോക്കിയോ പ്രത്യാശയോടെ വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവൻ എന്നെ ശക്തിപ്പെടുത്തും, എന്നെ ബലപ്പെടുത്തുമെന്നുള്ള തിരിച്ചറിവിൽ അങ്ങയെ നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. അങ്ങയിൽ ആഴപ്പെട്ട വിശ്വാസത്തിൽ ജീവിതം ചേർത്ത് വെച്ചവൻ വിശുദ്ധ യൗസേപ്പ് പിതാവ്.
അങ്ങയെ പരിപൂർണമായി സ്നേഹിച്ചു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ. അതേ കർത്താവേ, അതുകൊണ്ട് ഏത് പ്രതികൂലതയിലും യൂസെപ്പിതാവ് ശാന്ത ഗംഭീരമായി എല്ലാം കണ്ടറിഞ്ഞു ചെയ്തു. ശാന്തത നിറഞ്ഞ വിശുദ്ധൻ. അതേ കർത്താവേ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന വചനം ഞങ്ങൾ ഓർക്കുകയാണ്. സങ്കീർത്തനം 46:10. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. യൂസെപ്പിതാവിനെ പോലെ ഏത് പ്രതികൂലതയിലും, ഏത് ജീവിത പ്രതിസന്ധികളിലും പതറാതെ നിൽക്കുവാൻ, ശാന്തത കൈവരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ അങ്ങേക്കെല്ലാം നൽകി ഞങ്ങൾ പാടി ആരാധിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ. ദൈവമേ, പൂർണ്ണ മനസ്സോടും, പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണാത്മാവോടും, സർവശക്തിയോടും അങ്ങേ ഞങ്ങൾ സ്നേഹിക്കട്ടെ, ആശ്രയിക്കട്ടെ, വിശ്വസിക്കട്ടെ, ആരാധിക്കട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവേ, ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോക വിജ്ഞാനത്തെക്കാളൊക്കെ ഉപരി അങ്ങയെ സ്നേഹിച്ചു വിശുദ്ധ യൂസെപ്പിതാവ്. അതെ, ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോക വിജ്ഞാനത്തെക്കാളൊക്കെ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുത്തെ സ്നേഹവും, അവിടുത്തെ ജ്ഞാനവും, അവിടുത്തെ കൃപയും നിറയ്ക്കണമേ കർത്താവേ. അങ്ങനെ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ, ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ദിവ്യകാരുണ്യമേ, ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളെക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ നേട്ടം. അങ്ങാണല്ലോ ഏറ്റവും വലിയ സമ്പാദ്യം. ഈശോയെ, അങ്ങയുടെ വളർത്തുദാതനായ യോസേപ്പ് പിതാവ് ഈ ലോക സമ്പത്തിനെ അല്ല തേടിയത്, മറിച്ച് അങ്ങാകുന്ന സമ്പത്തിനെ തേടി. അതെ, ഈ ലോക ബന്ധങ്ങൾ അതൊരിക്കലും അങ്ങയേക്കാൾ ഉപരി ആ ബന്ധങ്ങളെ സ്നേഹിച്ചാൽ അത് വ്യർത്ഥമല്ലേ? മറിച്ച് അങ്ങയെ സ്നേഹിച്ച്, അങ്ങേ സ്നേഹം ഉൾക്കൊണ്ട് ആ സ്നേഹം സഹോദരങ്ങൾക്കായി പങ്കുവെക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, നമ്മുടെ ഹൃദയം മറ്റേതു വ്യാപാര മേഖലകളിലാണോ അവിടെ നിന്നെല്ലാം ഒന്ന് അടർത്തി മാറ്റി ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ചേർക്കുക. മനസ്സിൽ നീറിപ്പുകയുന്ന പ്രശ്ന സങ്കീർണതകൾ, ഒരുപക്ഷെ കുത്തുവാക്കുകൾ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, വേദനയും ആകുലതയും നിറഞ്ഞ ജീവിത വഴിത്താരകൾ, അവിടെയൊക്കെ നമുക്കൊരു മാതൃകയുണ്ട്. അതെ, പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് നസറത്തിലേക്ക്, അതെ, ഏറെ പ്രയാണങ്ങൾ, ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും, പക്ഷേ അവിടെയൊക്കെ ദൈവം വഴി നടത്തി. ഈശോ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുവാൻ ദൈവം ഞങ്ങളെ വഴി നടത്തും, ദൈവം ഞങ്ങളെ പരിപാലിക്കും, ദൈവം കൂടെയുണ്ടെന്നുള്ള അവബോധത്തിൽ നിറഞ്ഞ് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഇടറാതെ പതറാതെ അങ്ങയെ നോക്കുവാൻ നാഥ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ ജീവിത പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് അവിടുത്തെ സ്നേഹ ആശീർവാദം സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈശോ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മകനെ, മകളെ, നിന്നെ ഞാൻ അനാഥയായി വിടുകയില്ല. ആ നല്ല ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമായ ആ ദിവ്യകാരുണ്യ സ്നേഹം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം
നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.